ഹായ് ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ കടുമാങ്ങയൊക്കെ ഇല്ലേ, കാണാനൊക്കെ ഏകദേശം അതേപോലെ തന്നെയാണ്, പക്ഷേ ഇത് മാങ്ങയല്ല കേട്ടോ. അപ്പോൾ ഇത് എന്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് വരുന്ന കുഞ്ഞ് ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടെ നാക്കി വയ്ക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മളുടെ അച്ചാറെന്ന് പറയുന്നത് ചൗചൗവിൻ്റെ അച്ചാറാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ചൗചൗവാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് ചൗചൗ എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. അഥവാ നമ്മുടെ നാട്ടിലും മറ്റെന്തെങ്കിലും പേരുണ്ടെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ആദ്യം തന്നെ നമുക്കിതിൻ്റെ സ്കിന്നൊന്ന് റിമൂവ് ചെയ്തെടുക്കണം. രണ്ട് ചൗചൗവിൻ്റെ സ്കിന്ന് ഞാൻ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പം ഏകദേശം മാങ്ങയുടെയൊക്കെ അകത്തിരിക്കുന്ന പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്ന കുരു ഉണ്ടല്ലോ, അത് നമുക്ക് ആവശ്യമില്ല, അതെടുത്ത് കളയണം. അപ്പോൾ നമ്മൾ ആദ്യം കട്ട് ചെയ്തതിനകത്തുള്ള ഹാഫ് പീസ് ഉണ്ടല്ലോ, അത് 2ആയിട്ട് വീണ്ടും കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ അരിയെടുത്ത ഭാഗത്തുനിന്ന് അങ്ങ് അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയണം. കാര്യം ആ ഭാഗം ഉണ്ടല്ലോ, അതൊരിത്തിരി ഹാർഡായിട്ടായിരിക്കും ഉണ്ടാവുക, അതുകൊണ്ട് തന്നെ നമുക്കത് ആവശ്യമില്ല. അങ്ങനെ നമ്മളുടെ 2 ചൗചൗവും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാങ്ങ കടുമാങ്ങയ്ക്ക് വേണ്ടിയിട്ടൊക്കെ അരിഞ്ഞെടുക്കില്ലേ, അതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പം നമ്മളുടെ 2 ചൗചൗവും ഞാനിവിടെ അരിഞ്ഞെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമ്മളുടെ മാങ്ങ അരിഞ്ഞു വെച്ചേക്കുവാണെന്ന് തോന്നും അല്ലേ. അപ്പോൾ നമ്മളിതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യുമ്പോഴും ഇങ്ങനെ അരിഞ്ഞെടുക്കുമ്പോഴും ഒക്കെ ചെറുതായിട്ട് ഇതിൽ കറയുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം. ഞാനിത് നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളമൊക്കെ പോകാനായിട്ട് ഇങ്ങനെ അരിപ്പയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് വലിയ ഉരുണ്ട വെളുത്തുള്ളിയാണ്. അപ്പോൾ ഒരു വെളുത്തുള്ളി ഇങ്ങനെ നീളത്തിൽ തന്നെ 2 പീസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി എടുത്തിരിക്കുന്നത് 4 ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്താണ്. കാശ്മീരി മുളക് പൊടി നമ്മളുടെ അച്ചാറിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്തതാണ് കേട്ടോ. പിന്നെ എരിവൊക്കെ ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ടാവും, ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ചിട്ട് എരിവൊക്കെ ചേർത്താൽ മതി. പിന്നെ ഞാൻ മിക്കവാറും ഉണ്ടാക്കണ അച്ചാറായതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം, ഇത് കറക്റ്റായിട്ടുള്ള എരിവാണ് എനിക്ക് കേട്ടോ. പിന്നെ ഒരു 1/8 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉലുവാപ്പൊടി 1/4 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ കായപ്പൊടി. എന്നിട്ട് ഇത് അടച്ച് സൈഡിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഫ്ലെയിം ഓൺ ആക്കി ഒരു പാത്രം എടുത്ത് വെച്ച് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളെപ്പോഴും ബാക്കിയുള്ള അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന ഏത് എണ്ണയാണോ ആ എണ്ണ തന്നെ യൂസ് ചെയ്യാം. റിഫൈൻഡ് ഓയിലോ അല്ലെങ്കിൽ നല്ലെണ്ണയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത് റിഫൈൻഡ് ഓയിലാണ്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 വറ്റൽമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി ഇപ്പോൾ ചെറുതായിട്ടൊരു കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി. കാര്യം മുളക് പൊടിയൊക്കെ ഈ ചൂടിൽ തന്നെ പെട്ടെന്ന് അങ്ങ് മൂത്ത് കിട്ടുമല്ലോ. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് എന്ന് പറഞ്ഞാൽ 125 ml ആണ് നമ്മൾ ചേർത്ത് കൊടുത്തത് വിനാഗിരി. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സാൾട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആവശ്യമായിട്ടുള്ള സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൗചൗ ഉണ്ടല്ലോ, അതിൻ്റെ വെള്ളം മൊത്തം പോയിട്ടുണ്ട്. ഒട്ടും വെള്ളമില്ല, അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മളുടെ ഈ ചൗചൗ ഞാൻ അച്ചാറായിട്ട് മാത്രമല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്, തോരൻ വെക്കാറുണ്ട്, പിന്നെ സാലഡായിട്ടൊക്കെ ഉപയോഗിക്കാം.
വേവിച്ചും പച്ചയ്ക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു വെജിറ്റബിളാണിത്. പിന്നെ വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളൊരു പച്ചക്കറിയാണിത് കേട്ടോ. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനൊക്കെ വളരെ സഹായമായിട്ടുള്ളൊരു പച്ചക്കറിയാണിത്. നിങ്ങൾക്ക് ചാറോടുകൂടി അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഉണ്ടല്ലോ 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പായിരുന്നേ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2 പ്രാവശ്യം ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പച്ചവെള്ളമല്ല, ചൂടാക്കിയിട്ടുള്ള വെള്ളമായിരുന്നേ. വെള്ളമൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഞാനൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ടേസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴുണ്ടല്ലോ എരിയും ഉപ്പും വളരെ കറക്റ്റാണ്. പക്ഷെ ഒരു ഇത്തിരി പുളിയും കൂടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ അച്ചാറിൻ്റെ ചൂടൊക്കെ നല്ലതുപോലെ തന്നെ മാറിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന കുപ്പിഭരണിയിലേക്ക് ആക്കി വെക്കണം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുപ്പിഭരണിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഞാൻ ഒരു പ്രാവശ്യം നോക്കിയായിരുന്നു. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് നോക്കാം. അടിപൊളി കേട്ടോ. ഇത് ചൂട് ചോറും ഈ അച്ചാറും ചമ്മന്തിയും പപ്പടവും എൻ്റെ അമ്മോ ഒരു രക്ഷയില്ല കേട്ടോ. അപ്പം ഞാൻ എന്താ ഗ്ലാസിൻ്റെ 2 ജാറിലേക്ക് ഇത് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്, നല്ല അടിപൊളിയാണ്. പക്ഷെ പിറ്റേന്ന് നമ്മൾ കഴിക്കുമ്പോഴുണ്ടല്ലോ ആ പീസിലൊക്കെ നല്ല എരിവും വിനാഗിരിയൊക്കെ ഇങ്ങനെ പുളിയൊക്കെ പിടിച്ചും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അച്ചാറൊക്കെ അങ്ങനെ തന്നെയാണല്ലോ, 2-3 ദിവസം വെച്ചിട്ട് നമ്മൾ കഴിക്കുമ്പോൾ പിന്നെ ടേസ്റ്റ് കൂടി വരികയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഈ അച്ചാർ ചെയ്ത് നോക്കിയിട്ട് തന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് തന്നെ ഞാൻ അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.